സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം. ഇവിടെ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ 90ാം വാർഷിക സന്ദർഭത്തിൽ ഈ പാലക്കാട് പ്രവർത്തനം 50 വർഷം പൂർത്തിയാക്കുന്ന വേളയാണ്. ഈ ഒരു ധന്യമായ സന്ദർഭത്തിൽ നമ്മുടെ എല്ലാവരുടെയും ശുഭസങ്കല്പങ്ങൾ ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടുതൽ സാർത്ഥകമായ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് സമർപ്പിക്കാനാണ് നമ്മളെല്ലാം ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. വളരെ വ്യക്തതയാർന്ന ധ്യാനത്തിലൂടെയുള്ള പാരമാർത്ഥിക തത്വബോധത്തെയും വ്യക്തിയും സമാജവും തമ്മിലുള്ള പാരസ്പര്യത്തെയും ഒക്കെ കോർത്തിണക്കിക്കൊണ്ട് പൂജനീയ മാതാജി ജയന്തി ദീദിജി ഇവിടെ സംസാരിച്ചു. ഒന്നേ പറയാനുള്ളൂ, ഈ സനാതനധർമ്മം നാനാത്വത്തിൽ ഏകത്വത്തെ ദർശിച്ചുകൊണ്ട് അതിനെ ലോകത്തിൽ അവതരിപ്പിക്കുന്ന അനാദ്യനന്തമായ വ്യവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഒരു പരമമായ ലക്ഷ്യത്തിലേക്ക്, പരമസത്യത്തിലേക്ക് വൈവിധ്യപൂർണങ്ങളായ ഒരു പക്ഷേ ബാഹ്യമായി വിരുദ്ധങ്ങളെന്ന് പോലും തോന്നിയേക്കാവുന്ന മാർഗങ്ങൾ നമ്മളെ നയിക്കുന്നു എന്ന തിരിച്ചറിവോടൊത്തവരാണ് നാം. വിഭിന്നങ്ങളായ മാർഗങ്ങളിലൂടെ ഒരു പരമമായ ലക്ഷ്യത്തിലേക്ക് വളഞ്ഞും പുളഞ്ഞും ഒഴുകുന്ന പുഴകളെല്ലാം ഒരു സമുദ്രത്തിലേക്കെന്ന പോലെ. അതുകൊണ്ട് എല്ലാ സാധനാ മാർഗങ്ങളെയും, അത് ദാർശനികമായി സാഖ്യമോ യോഗമോ വേദാന്തമോ പൂർവമീമാംസയോ ആകട്ടെ, ദൈവികമായി ശൈവമോ വൈഷ്ണവമോ ശാക്തേയമോ ഗാണപത്യമോ സൗരമോ സ്കാന്തമോ ആകട്ടെ, ഏതോ ആകട്ടെ, എത്ര വിഭിന്നതയുണ്ടെങ്കിലും ശ്രദ്ധയോടുകൂടി ഒരേ ലക്ഷ്യത്തിലേക്ക് പോകുന്ന ആ ഒരു സരണിയിൽ, ആ ഒരു കാഴ്ചപ്പാടിനെ ഊട്ടി വളർത്തിക്കൊണ്ട് നിലനിൽക്കുന്ന സനാതനധർമ്മത്തിൻ്റെ ഭൂമികയിൽ വർത്തമാനകാലത്ത് വളരെ വലിയ സേവനമാണ് ബ്രഹ്മകുമാരി സംഘം ചെയ്യുന്നത്. അതോടൊപ്പം കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ സന്യാസിമാരുമായും ആശ്രമങ്ങളുമായും എല്ലാ ധാർമ്മിക പ്രവർത്തനങ്ങളുമായും ഏകോപിതമായി സഹോദരഭാവത്തോടു കൂടിയാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. ബ്രഹ്മകുമാരീസിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ നമ്മൾ പോവുകയും ബന്ധപ്പെടുകയും താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും ഒരേ സ്നേഹവും ഒരേ ആദരവും നാം ഒന്നെന്ന ഭാവനയും ഊട്ടി വളർത്തുന്ന അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഈ വേദിയിൽ പറയുകയാണ്. അങ്ങനെയുള്ള പരിചിതങ്ങളായ ഒട്ടനവധി മുഖങ്ങൾ ഇവിടെയൊക്കെയുണ്ട്. ആ സന്തോഷം ഹാർദമായി പ്രകടിപ്പിച്ചുകൊണ്ട് ആ ഒരു സ്നേഹവും നാം ഒന്നെന്ന ഭാവത്തിലുള്ള പ്രവർത്തനവും വിഭിന്നങ്ങളായ വ്യക്തിത്വങ്ങളിലൂടെ ഏകമായ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഉയരാൻ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാമെന്ന കാഴ്ചപ്പാടോടുകൂടി എല്ലാ ശുഭസങ്കല്പങ്ങളും സമർപ്പിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ദീർഘമായ ഭാഷണത്തിനല്ല, മറിച്ച് ധന്യമായ സന്ദർഭത്തിനുള്ള മംഗളാശംസയ്ക്കാണ് നമ്മളെല്ലാം ഒത്തുകൂടിയിട്ടുള്ളത്. ഹൃദയംഗമമായി സന്യാസി മണ്ഡലത്തിൻ്റെ മുഴുവൻ പേരിൽ, വ്യക്തിയുടെ പേരിലല്ല, സ്വാമി ചിദാനന്ദപുരി മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാ സന്യാസിമാരുടെയും സന്യാസി മണ്ഡലത്തിൻ്റെയും ഹർദ്ദമായ ശുഭസങ്കല്പങ്ങൾ സമർപ്പിച്ചുകൊള്ളുന്നു.
കൂടുതൽ ധർമ്മമാർഗത്തിൽ നമുക്ക് ഉയരാൻ സാധിക്കട്ടെ. അതിന് ആചാര്യ പരമ്പരയുടെ മുഴുവൻ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചും സങ്കല്പിച്ചും എല്ലാ ശുഭസങ്കല്പങ്ങളും ഈ പാലക്കാട് കേന്ദ്രത്തിൻ്റെ ഈ ഒരു കാര്യപരിപാടിയിൽ, ഈ സംഗമോത്സവത്തിൽ, പ്രത്യേകിച്ച് ഇവിടുത്തെ മീനാ ബഹൻജിയുടെ സ്നേഹപൂർണമായ ഇടപെടലുകൾക്ക് മുമ്പിൽ എല്ലാ ശുഭസങ്കല്പങ്ങളും സ്നേഹവും സമർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കട്ടെ. സന്തോഷം.